ഈ വെക്കേഷന് ഞങ്ങൾ അമ്മാമ്മ വീട്ടിൽ പോയി. അപ്പോൾ അവിടെയാണ്, നമ്മുടെ വീട്ടിലൊന്നും വയലൊന്നും ഇല്ല. അവിടെ ചെല്ലുമ്പോഴാണ് ഈ വയൽ, തോട് അതൊക്കെ കാണാൻ പറ്റുന്ന ഒരു പ്രകൃതി രമണീയമായൊരു സ്ഥലമാണ്. അവിടെ ഞങ്ങൾ എന്ന് പോയാലും വയലിലൊക്കെ പോയി കളിക്കാറുണ്ട്. വയലിൻ്റെ സൈഡിൽ ഒരു കുഞ്ഞു കാവുണ്ട്. അതിപ്പം ചെറിയൊരു അമ്പലം പോലൊക്കെയായി. അപ്പോൾ അതിൻ്റെ സൈഡിൽ നമുക്ക് കുറച്ച് പുരയിടമുണ്ട്. അങ്ങനെ അവിടെ അമ്മാമ്മയൊക്കെ കൃഷി ചെയ്യാറുണ്ട്. ഈ വാഴ, തെങ്ങ്, പയർ അങ്ങനെയൊക്കെ. എന്നിട്ട് കുറേയൊക്കെ വാഴയ്ക്കകത്ത് വാഴക്കൊലയൊക്കെ പിടിച്ചു കൂമ്പൊക്കെ ഒടിച്ചുകൊണ്ടാണ് നമ്മൾ വീട്ടിലോട്ട് പോകുന്നത്. ഇത് അമ്മാമ്മ പറഞ്ഞു കൊടുക്കുക. എൻ്റെ അമ്മയും എൻ്റെ വല്യമ്മയാണ് അവിടെ ഉള്ളത്. അങ്ങനെ അവരൊക്കെ പറഞ്ഞു കൊടുക്കുക, ഇത് ഇവിടുന്ന് കൊണ്ടുവന്നു, ഇത് കഴിഞ്ഞ വർഷം വെച്ചെന്നൊക്കെ പറഞ്ഞു. പിന്നെ സൈഡിൽ കൂടി, തോടിൻ്റെയൊക്കെ സൈഡിൽ കൂടി വരമ്പുണ്ട്. ഈ ഒരു അപ്പുറത്ത് കാണുന്ന ആ വയലിലേക്ക് പോകാനും വേണ്ടിയിട്ടൊക്കെയാണ് ഈ വയലിൽ കൂടി പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ അമ്മ ഇങ്ങനെ കഥ പറഞ്ഞുതരാം. ഞങ്ങൾ ഇതുവഴി പോയിട്ടുണ്ട്, ഇതുവഴിയാണ് ഞങ്ങൾ സ്കൂളിൽ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് അവരുടെയൊക്കെ കഥ പറഞ്ഞുതരാം. അങ്ങനെ നടന്ന് അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇപ്പുറത്തെ സൈഡെത്തി. അപ്പം ഈ സൈഡിലെ കുറേ ആളുകൾ അവിടെയൊക്കെ ഇങ്ങനെ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട് വയലിലേക്ക്. അങ്ങനെ പോത്തൊക്കെ കുറേ കുഞ്ഞു ഇലകളും കുറേ കൊക്കുകളൊക്കെ, ഇതൊക്കെ ഇവിടെ വരുമ്പോഴാണ് കാണുന്നത്. അങ്ങനെ ഞങ്ങൾ കരുതി വയലിൽ കൂടി നമുക്കിനി അപ്പുറത്തെ സൈഡിലേക്ക് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാം വയലിലിറങ്ങി. അവിടെ ഇന്ന് കുഞ്ഞ് കാട്ടുപൂവൊക്കെ പിടിച്ച് കല്ലിൻ്റെ തലയിലൊക്കെ വെച്ച്. കല്ലിന് ഭയങ്കര സന്തോഷം. അവൾ ആദ്യമായിട്ടാണ് വയലൊക്കെ കാണുന്നത്. അവൾ ആദ്യമായിട്ടാണ് വയലിൽ കൂടിയൊക്കെ നടക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ സന്തോഷം ഉണ്ട് അവൾക്ക്. പിന്നെ മഴ പെയ്ത് വയലിൽ മൊത്തം വെള്ളമൊക്കെ നിറഞ്ഞ് കിടക്കുക. അങ്ങനെ അമ്മയൊക്കെ അപ്പുറത്തെ സൈഡിൽ കൂടി വരാം, അവർക്ക് ഇതിലെ കൂടി ഇറങ്ങാനൊന്നും വയ്യെന്നാണ് പറയുന്നത്. നമ്മൾ നിർബന്ധിക്കുമ്പോൾ അവർ പറയുന്നത്, നമ്മൾ കുറേ നടന്നിട്ടുണ്ട്, നിങ്ങൾ പൊക്കോ, അവർക്ക് ചെളിയിൽ കൂടി നടക്കാൻ വയ്യാന്നൊക്കെയാണ്. എവിടെ, പണ്ട് ഇത് കൂടിയൊക്കെ നടന്ന ടീംസ് അല്ലേ. എനിക്ക് അങ്ങ് ഇങ്ങനത്തെ ചെറിയ ഓർമ്മകളുള്ളൂ. അങ്ങനെ വീഡിയോ മൊത്തം പച്ച കളറായി.